ഹലോ SSLC സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ടോപ്പിക്കായി വന്നിരിക്കുന്നത് വേറൊന്നുമല്ല. SSLC സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫുൾ വീഡിയോ കാണുക. അതിൻ്റെ ലാസ്റ്റ് ഒരു അടിപൊളി ഐഡിയ ഉണ്ട്. അപ്പോൾ അത് മിസ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി ഫുള്ള് കാണുക. ആകെ 2-3-4 മിനിറ്റ് ഉണ്ടാവുള്ളൂ. ഫുള്ള് കാണുക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ ഗൈസ്, പറഞ്ഞൊന്നും വേറൊന്നുമല്ല. ഇപ്പോൾ SSLC ഇപ്പോൾ സിലബസും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട്. പറയുന്നത് കേട്ട് നല്ലോണം എനിക്കറിയില്ല. ഞാൻ വലിയ ആയിട്ടൊന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കറിയുന്ന കുറച്ച് ഉടായ്പ ഐഡിയാസുകളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫുൾ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ പലവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ നാളെ എക്സാമാണ് വയ്ക്കുക. ഇപ്പോൾ 2-3 ദിവസം ഇരുന്ന് ലൈവ് കാണും. ആ ലൈവ് കണ്ടിട്ട് ഒരു ഉപകാരം. ഈ ലൈവ് കാണേണ്ട ടൈമിൽ എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ പാഠവും പഠിച്ചിട്ടാണെങ്കിൽ മാത്രം ഈ കണ്ട ലൈവ് കാണാം. ഞാൻ 10ല് കണ്ടമാനിരുന്ന് ലൈവ് കണ്ടിരിക്കണം. പക്ഷെ എനിക്കൊരു തേങ്ങാക്കൊല എനിക്ക് മനസ്സിലായില്ല. അപ്പൊ എന്ത് ചെയ്യണം? മെയിനായിട്ട് ഫോക്കസ് എന്താണെന്ന് പറയുമോ, ഏതെങ്കിലും ഒരു പേജ് എടുക്കുക. അതിന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏതെങ്കിലും ഒരു പേജ് എടുക്കുക, അത് ഇടുക. അതുപോലെ തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സിലബസ് മാറിയതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനൊക്കെ ട്രൈ ആക്കിയത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഇതാക്കും. പക്ഷെ അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വരും, അത് ഉറപ്പാണ്. അപ്പം നിങ്ങൾക്കത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം എന്താ ചെയ്യുക? മെയിനായിട്ടുള്ള പേജുകൾ നിങ്ങൾക്ക് ഞാനന്ന് ഫോളോ ചെയ്തത് ആരാ വെച്ചാൽ MS സൊല്യൂഷനാണ്. വെച്ചാൽ പുള്ളി നാളെ എക്സാം ആണെങ്കിൽ രാത്രി തന്നെ വന്നിരുന്നേക്കും പ്രഡിക്ഷൻ ഇടും. ആ പ്രഡിക്ഷൻ അടിച്ചിട്ട് നമ്മളെ പിറ്റേ ദിവസം പേപ്പർ ഉണ്ടാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? മൊത്തം അതിന്ന് റെഡിയാക്കിയിട്ട് പോകും. അപ്പോൾ അങ്ങനെ വല്ല ഒരു പേജുകാർ എന്താ ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവുന്ന വീഡിയോസുകൾ എടുത്ത് കാണാം. മെയിൻ ഇമ്പോർട്ടൻസ് മാത്രം പഠിക്കാം. അപ്പം തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ പലരും പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് വെച്ചാൽ രാവിലെ നേരത്തെ എണീച്ചാൽ തലേക്ക് കയറും. മനസ്സിലായില്ലേ? രാവിലെ നേരത്തെ എണീച്ച് പഠിച്ചാൽ തലേക്ക് കയറുന്നത്. അത് ഓരോരുത്തർക്കും ഓരോ ജനറ്റിക്കാണ്. എന്താ വെച്ചാൽ എനിക്കെന്ന് വെച്ചാൽ രാത്രി എത്ര സമയം ഇരുന്ന് പഠിക്കാം, എത്ര സമയം വേണമെങ്കിൽ ഇരുന്ന് പഠിക്കാം. എന്ന് വെച്ചാൽ തലേക്ക് കയറും. പക്ഷെ രാവിലെ നേരത്തെ ഇരുന്ന് പഠിച്ചാൽ ഒരു വസ്തു തലേക്ക് കയറില്ല, പഠിച്ചത് മറന്നു. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ജനറ്റിക്കാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കംഫേർട്ട്, ആ ഒരു രീതിയിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കാം. ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ കണ്ടുവരുന്ന സംഭവം എന്താ വെച്ചാൽ, ഇന്ന് ഞങ്ങളുടെ കഴിഞ്ഞ ചില്ലഞ്ചേരി സ്കൂൾ, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന സ്കൂളായിരിക്കും, MNKM HS. അപ്പോൾ അവിടെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു, പഠിക്കാൻ സഹിക്കുന്നില്ല അതുകൊണ്ടൊക്കെ. എടാ, 10ഒക്കെ അപേക്ഷിച്ച് വേറെ നമ്മൾ 10 എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. 10 കഴിഞ്ഞ് നമുക്ക് കുറേ അതുണ്ട്. എന്നിട്ട് 10 നമ്മൾ 10ക്ക് എന്തായാലും ജയിച്ചു പോകും. ചില കുറച്ച് മാർക്ക് മതി, ബാക്കിയൊക്കെ CE മാർക്ക്. ഇനിയിപ്പോൾ നിങ്ങൾ ലിറ്റിൽ കൈറ്റ്സ് അല്ലെങ്കിൽ NCC അങ്ങനെ എല്ലാത്തിലൊക്കെ ഉണ്ടെങ്കിൽ, ഈ JRC സ്കൗട്ട് അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതിലെ ഗ്രേസ് മാർക്ക് ഇട്ട് നിങ്ങൾ എന്തായാലും ജയിച്ചു പോകും. അതിൽ 100% ഉറപ്പാണ്. അത്രയ്ക്കും പൊട്ടന്മാരെ അവിടെയൊക്കെ പൊട്ടുള്ളൂ. അതുകൊണ്ട് 10ലൊക്കെ ഇങ്ങനെ ജയിക്കും. നിങ്ങൾ കുറച്ചെന്തേലൊക്കെ അറിഞ്ഞാൽ മതി. ഇത് 5-6 മാർക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ കഴിച്ചിലാവുക. അതുകൊണ്ട് എന്താക്കാം, ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും ആരും എടുക്കാതിരിക്കുക. വരുന്നത് വെച്ച് കാണാം. ഓക്കെ, ആ ഒരു മൈൻഡ് സെറ്റ് ആവുക. പൊട്ടിയെന്ന് പറഞ്ഞ് നമ്മളവിടെയും താഴാനൊന്നും പോകണില്ല. നമുക്ക് അതിൽ ഇതില്ലെങ്കിൽ അടുത്തതിൽ പിടിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ പറയണ ഞാൻ വലിയ മറ്റൊന്നും അല്ല, പക്ഷെ എന്നിൽ അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിൽ പങ്കുവെക്കാനാണ് സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്, ലയിക്കുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. അപ്പം ഞാൻ 2-3 ദിവസം മുമ്പ് പേപ്പർ നോക്കി. അപ്പം ഞാൻ പണ്ട് ഇതേ SSLC ടൈമിൽ ഞാൻ ഒരു ട്രിക്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേപ്പർ നോക്കിയപ്പോഴാണ് ഇപ്പോഴും സംഭവം ഉണ്ട് എന്ന് മനസ്സിലായത്. ഞാൻ കാണിച്ചുതരട്ടാ. ഇതാണ് നമ്മളെ മലയാള മനോരമ പേപ്പർ. അപ്പോൾ ഈ മലയാള മനോരമ പേപ്പറിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മിഷൻ SSLC. ഇതൊക്കെ ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. സംഭവം ഞാൻ പണ്ട് യൂസ് ചെയ്ത ട്രിക്കാണ്. അതിൽ കുറേ സംഭവം ഉണ്ട്. നിങ്ങൾക്ക് കുറേ മുമ്പത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സംഭവത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ സാധനങ്ങളാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കാൻ മാത്രം യൂസ് ചെയ്യുക. എന്ത് ചെയ്യുക? പഠിക്കാൻ മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം ഇങ്ങനത്തെ കുറേ പേപ്പർ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ പകുതി മാർക്ക് ഇതിന്ന് കഴിച്ചിലായി കിട്ടും. ജയിക്കാനുള്ള മാർക്കിലേക്ക് ഇതിന് ധാരാളം ഉണ്ട്. അപ്പോൾ ഓരോ പേപ്പറിൽ ഓരോ സബ്ജക്റ്റ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ കുറേ പാർട്ടാക്കിയിട്ട് തമീസിൻ്റെ SSLC ഇമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ. എൻ്റെ ഫ്ലാഷ് കണ്ണിക്ക് ലൈറ്റ് അടിച്ചിട്ട് ഫ്ലാഷ് അടിച്ചിട്ട് നേരം വന്ന് കണ്ണ് കാണുക. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ചെക്ക് ഔട്ട്
അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ എനിക്ക്. പിന്നെന്താ വെച്ചാൽ നിങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ അവിടെ തന്നെ നിങ്ങൾക്ക് ഒരുക്കി തരും. ഐ മീൻ പഠിച്ചത് എഴുതാൻ. ഓക്കെ, ഇതൊക്കെ സിമ്പിളാണ്. അപ്പോൾ ആ മൈൻഡ് സെറ്റിൽ എടുക്കുക. പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ കുറച്ച് പഠിക്കുക. പഠിക്കാൻ പറ്റാത്തവരായാലും ഇമ്പോർട്ടൻ്റ് മെയിനായിട്ട് പഠിച്ചിട്ട് പോവുക. ഞാൻ വലിയ ടീച്ചറോ ഞാൻ വലിയ സ്റ്റുഡൻറ്റോ ഞാൻ വലിയ A+ കാരനോ ഒന്നും ആയിട്ടില്ല പറയുന്നത്. ഇതൊക്കെ ജസ്റ്റ് വെറുതെ. അപ്പോൾ ദാറ്റ്സ് ഫോർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്തോളി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.